ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 199 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരുനാമം, ആശ്രിതവത്സലനേഷു മഹേശനെ ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരു. ഏലിയാവും ആഹാവും തമ്മിൽ ഏറ്റുമുട്ടുന്നു. കൊട്ടാരത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യുകയില്ല എന്ന് പറഞ്ഞ ഏലിയാവിനെ തേടി പലയിടത്തും വിട്ടെങ്കിൽ ഏലിയാവിനെ പിടിക്കാൻ പറ്റിയില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. നീ ചെന്ന് ആഹാവിനെ കാണിക്കുക ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇവനെ കൊല്ലാനായിട്ട് കുറച്ചു ദിവസമായി നടക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഈ ആഹാവിന്റെ അടുക്കല് ഏലിയാവിനെ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞാൽ ആരും പേടിച്ചു പോകും. പക്ഷെ ഏലിയാവിന് പേടിയില്ല. കാരണം ദൈവം ആരാണെന്ന് ഏലിയാവിനറിയാം. ആഹാബ് ഏലിയാവിനെ തൊടുകയില്ല ദൈവത്തിന്റെ അനുവാദമില്ലാതെ. ഏലിയാവിനെ പിടിക്കാൻ വേണ്ടി സകല രാജ്യങ്ങളിലും ആളുകളെ വിട്ടെങ്കിലും ഏലിയാവിനെ കണ്ടില്ല. ശരി, പക്ഷേ ഏലിയാവിനെ ആർക്കും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ദൈവം അത് ക്രമീകരിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇസബേൽ ഒരുപാട് പ്രവാചകന്മാരെ കൊന്നു. അത്രമാത്രം ദോഷിയായ ഒരു സ്ത്രീയാണ്. കാരണം പ്രവാചകന്മാരെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളിൽ വ്യാപരിക്കുന്നത് ബാലിന്റെയും അശേരയുടെയും ശക്തിയാണ്. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം അവരിൽ വസിക്കുന്നതായ ഒരു അന്ധകാര ശക്തിയുണ്ട്. രക്തക്കൊതിയുള്ള അന്ധകാര ശക്തിയുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് കൊലപാതകം എന്ന് പറയുന്നത് തമാശയായി മാറിയിരിക്കുകയാണ്. എങ്ങനെ ഒരാളെ കൊല്ലാനായിട്ട് ചിന്തിക്കും? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം കൊടുത്ത ജീവൻ ദൈവത്തിനല്ലാതെ വേറൊരുവനെ അതെടുക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ദൈവം അവന്റെ ആയുസിനെ കുറയ്ക്കും. അവന്റെ ആയുസിന് മധ്യേ പോലും ചെല്ലുകയില്ല എന്നുള്ള കാര്യം കേൾവിക്കാരെ ശ്രദ്ധിക്കുക. 18-13 പറയുന്നത് ഈ ഗ്രഹവിചാരകനായിരുന്നു ഓബദ്യാവ്. രാജാവിന്റെ ഗ്രഹവിചാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്നത് മഹാഭക്തനായിരുന്നു. ഈ ഭക്തന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് മഹാഭക്തനായിരുന്നു. ഇങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടില്ല. ഓബദ്യാവ് ഏലിയാവിനെ കണ്ടപ്പോൾ പറഞ്ഞത് ഒറ്റ വാക്കി പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ പോയിക്കൊള്ളാൻ. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ നിന്നെ തന്നെ അവന്റെ മുമ്പിൽ കാണിക്ക, ചെല്ലുക. ദൈവം ആരാന്നൊന്നും മനസ്സിലാക്കിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. കാരണം വാസ്തവമായി ദൈവത്തെ സേവിച്ചാൽ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അപ്പുറവുമില്ല ഇപ്പുറവുമില്ല. 18-6 ഏലിയാവ് ദുഷ്ടനായ ആഹാബിനെ കാണാൻ ചെല്ലുന്നു. ഏലിയാവ് ചെല്ലുമ്പോൾ ഏലിയാവിന്റെ പുറകിൽ അനവധി ഏലിയാവ് കാണാതെ തന്നെ ദൈവത്തിന്റെ ഒരു ദൂത സഞ്ചയമുണ്ട്. അതങ്ങൊരു ഭാഗം. അടുത്ത ഭാഗം
ഏലിയാവിനെ വ്യാപരിക്കുന്ന ഒരു പവറുണ്ട്, ഒരു പരിശുദ്ധാത്മാവിന്റെ പവറുണ്ട്. ഏലിയാവിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഏലിയാവിനെ ഭാരപ്പെടേണ്ടതായ ആവശ്യമില്ല. ആഹാബിന് വേറെ ഒന്നും പറയാനില്ല. നീ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ? ഏലിയാവിന്റെ മറുപടി, ഞാനല്ല, നീയും നിന്റെ അപ്പന്മാരുമാണ്, നിന്റെ പിതൃഭവനം എന്ന് പറഞ്ഞു. മുഖത്ത് നോക്കി പറയണമെങ്കിൽ ഒരല്പം പവറ് വേണം. ചങ്കൂറ്റമെന്നല്ല, ഒരല്പം പവറ് വേണം. നിന്റെ അപ്പനപ്പന്മാരാണ് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്. എന്നാൽ അവിടെ ആഹാബിന് അനങ്ങാൻ പറ്റിയില്ല. കാരണം ഞാൻ സേവിക്കുന്ന ദൈവം ആരാകുന്നു എന്ന് ഏലിയാവിനറിയാം. അടുത്തത് ഏലിയാവിന് വെല്ലുവിളിക്കുന്നു. ഞാൻ സേവിക്കുന്ന ദൈവമാണോ ദൈവം? നീ സേവിക്കുന്ന ദൈവമാണോ ദൈവം? കർമ്മേൽ പർവ്വതത്തിലേക്ക് വരിക. നിന്റെ അശേരയുടെയും ബാലിന്റെയും പ്രവാചകന്മാരെ കൂട്ടിവരുത്തുക. ഞാൻ ഒറ്റയ്ക്ക് നിന്നോട് മത്സരിക്കാൻ വന്നിരിക്കുന്നു. ഏലിയാവ് പറഞ്ഞ വാക്കനുസരിച്ച് കർമ്മേലിലേക്ക് കടന്നു ചെല്ലുന്നു. ഒരു ഭാഗത്ത് രാജാവും സൈന്യവും കംപ്ലീറ്റ്, ആ ഭാഗത്ത് തന്നെ 850 ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാർ, പിന്നെ പട്ടാളക്കാര് വേറെ, ഇസ്രായേൽ ജനം വേറെ. ഒരു വലിയ ജനത്തിന്റെ അപ്പുറത്ത് ഇങ്ങനെ തലയിൽ ഒരു ഏലിയാവുണ്ട്. ഏലിയാവിന്റെ ഒരു ബാല്യക്കാരനുമുണ്ട്. ഏലിയാവേ, നീ പരാജയപ്പെടുകയുള്ളെന്ന് എല്ലാരും വിളിച്ചു പറയുന്നു. ഏലിയാ പറയുന്നു, ഞാൻ പരാജയപ്പെടുകയില്ല, ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആരും ചെയ്തു, നിങ്ങൾ ഓരോ കാളെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. കാളകളെ കഷം കഷമായിട്ട് മുറിക്കാൻ പറഞ്ഞു. വിറകിന്മേൽ എടുക്കാൻ പറഞ്ഞു. തീ ഇറക്കി ദഹിപ്പിക്കാൻ പറഞ്ഞു. 2 കൂട്ടി അപ്പുറവും ഇപ്പുറവും വിറകടുക്കി. ആദ്യത്തെ ചാൻസ് ആഹാബിന് കൊടുത്തു. ഒരു കാര്യം ചെയ്യേ, നീ തീയിറക്ക്, ബാക്കി ഞാൻ ചെയ്യാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർമ്മേലിൽ ഇതാ ഏലിയാവ് ഒറ്റയ്ക്ക്, അപ്പുറത്തൊരു ജനസമൂഹം നിൽക്കുന്നു. ഏലിയാവിന്റെ കൂടെ ദൈവമുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ സാഹചര്യത്തിൽ നമ്മൾ അധികം പ്രാർത്ഥിക്കേണ്ട സാഹചര്യമാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് ലോകത്തിന് തെളിയിക്കുന്ന ഒരവസരമാണ്. സമയത്തിന് കുറവുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ക്ലാസ് സമാപിപ്പിക്കുന്നു. തുടർന്നും ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എടുക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം, യേശുവിന്റെ വരവടുത്തിരിക്കുന്നു. പോകുവാൻ തയ്യാറാകുക. ഭാരതത്തിലുള്ളവരുണ്ടാകാൻ വേണ്ടി ഓരോരുത്തർ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.